ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു പ്രോബ്ലം കൂടെ വർക്ക് ഔട്ട് ചെയ്യാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ. ഇപ്പോൾ രണ്ട് സെക്യൂരിറ്റികളാണ് ഒരു പർട്ടിക്കുലർ പോർട്ട്ഫോളിയോയിലുണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ കോഎഫിഷ്യൻ്റ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞു. സോ അതിൻ്റെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ടു സെക്യൂരിറ്റീസ് പി ആൻഡ് ക്യൂ, രണ്ട് സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞു, രണ്ട് സെക്യൂരിറ്റി പിയും ക്യൂ ആണ്. ജനറേറ്റഡ് ഫോളോയിങ് സെറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന എന്താണ്, പി ആൻഡ് ക്യൂ എന്ന രണ്ട് സെക്യൂരിറ്റികളാണ്. അതിൻ്റെ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് റിട്ടേണും തന്നിട്ടുണ്ട്. അത് തമ്മിലുള്ള കോറിലേഷനും ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. നോക്കാം. പി എന്ന സെക്യൂരിറ്റിക്ക് റിട്ടേൺ എന്ന് പറയുന്നത് 15%, ക്യൂ എന്ന സെക്യൂരിറ്റിക്ക് റിട്ടേൺ 20%. എന്നാൽ പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 50%, ക്യൂവിൻ്റെ 30%. ഇവ തമ്മിലുള്ള കോറിലേഷൻ ആവട്ടെ -0.6. നോട്ട് ചെയ്യുക, നെഗറ്റീവാണ്. റിലേഷൻ എന്ന പെർഫെക്റ്റ് അല്ല, നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയ റിട്ടേൺ ആണെന്ത് ഇവ തമ്മിൽ ഉള്ളത്, റിലേഷനാണ് ഇവർ തമ്മിലുള്ളത്. നോക്കാം. എ പോർട്ട്ഫോളിയോ ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് 40% ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ പി ആൻഡ് ദ റിമൈനിങ് 60% ഇൻ ക്യൂ. അതായത് ആകെയുള്ള 100% ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്താണെന്ന് പറയുന്നത്, പി എന്ന സെക്യൂരിറ്റി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 40%, ക്യൂ എന്ന സെക്യൂരിറ്റി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 60% ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ, റിട്ടേണും റിസ്ക്കും കാൽക്കുലേറ്റ് ചെയ്യാനാണ്, റിസ്ക് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളാണല്ലേ. നമ്മൾ പറഞ്ഞ ഇക്വേഷൻ എന്താണ്, ആർ ബാർ പി ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1/n എക്സ് ഐ ആർ ബാർ ഐ എന്ന ഇക്വേഷൻ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് റിട്ടേൺ, എക്സ്പെക്റ്റഡ് റിട്ടേൺ, പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പം ഇവിടെ രണ്ട് സെക്യൂരിറ്റിയാണുള്ളത്. സോ രണ്ട് സെക്യൂരിറ്റിൻ്റെ റിട്ടേണും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊപ്പോർഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് മതിയാവും. അപ്പോൾ ആദ്യത്തെ സെക്യൂരിറ്റിക്ക് പി എന്ന സെക്യൂരിറ്റി 40% പ്രൊപ്പോർഷനും അതിൻ്റെ റിട്ടേൺ 15 സോ പ്രൊപ്പോർഷൻ ഇൻറ്റു റിട്ടേൺ പ്ലസ് രണ്ടാമത്തെ സെക്യൂരിറ്റി ക്യൂ എന്ന സെക്യൂരിറ്റീൻ്റെ പ്രൊപ്പോർഷൻ 60%, അതിൻ്റെ റിട്ടേൺ 20 സോ ഈസ് ഈക്വൽ ടു ആൻസർ നമുക്ക് 18% ആണ് ഈ പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാണല്ലോ. വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, സിഗ്മ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു x1 സ്ക്വയർ സിഗ്മ 1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ പ്ലസ് 2x1 x2 ഇൻറ്റു r12 സിഗ്മ 1 സിഗ്മ 2. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെയും അങ്ങനെ വേറെ വേറെ ഇക്വേഷൻ പഠിച്ചു വെക്കണമെന്നില്ല. തന്നിരിക്കുന്ന അപ്ലിക്കേഷൻ അനുസരിച്ച് ഇത് മാറിക്കോളൂ ഓട്ടോമാറ്റിക്കലി. x1 സ്ക്വയർ എന്ന് പറയുന്നത് 40%, സിഗ്മ 1 സ്ക്വയർ 50%, x2 സ്ക്വയർ എത്രയാണ്, x2 എന്ന് പറഞ്ഞാൽ 60%, അപ്പോൾ അതിൻ്റെ സ്ക്വയർ 0.6 സ്ക്വയർ വരും. അതുപോലെ സിഗ്മ 2 സ്ക്വയർ 30 സ്ക്വയർ പ്ലസ് ഇത് എത്രയാണ്, രണ്ട് സെക്യൂരിറ്റികൾ ഇവിടെ എത്രയാണ്, രണ്ട് സെക്യൂരിറ്റിയാണുള്ളത്. അപ്പോൾ 2 ഇൻറ്റു 0.4 ഇൻറ്റു 0.6 മൈനസ്, ഇവിടെ നമുക്ക് ഈ -0.6 എവിടെ നിന്ന് വന്നു, ഇത് കറക്റ്റ് കൊണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ, ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. അത് എത്രയാണ് റിലേഷൻഷിപ്പ്, -0.6 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദെൻ 50 ഇൻറ്റു 30. ഓക്കെ, രണ്ടിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ നമുക്ക് ആൻസർ എന്ന് ഫൈനൽ ആൻസർ എത്ര കിട്ടും, 292. അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 292 എന്ന് വേരിയൻസ് കിട്ടും. ഈ വേരിയൻസിൽ നിന്നാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ മതി, കിട്ടിയ ഇതിൻ്റെ റൂട്ട്. അപ്പം വേരിയൻസ് എത്രയാണോ അതിൻ്റെ റൂട്ടായിരിക്കും എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. 292 നമുക്ക് ആൻസർ. സോ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 17.09% ആയിരിക്കും എന്ത് നമുക്ക് ആൻസറായിട്ട് കിട്ടുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.